പറഞ്ഞത്. പല കാര്യം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒന്നാമത്തെ പ്രശ്നം മറവി. അതുപോലെ തന്നെ എക്സാം പേടി. അതെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. എക്സാം പേടി കാരണം ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന പിള്ളേരുണ്ട്. അതെ അതെ ഇതൊരു എക്സസൈസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെ അതെ മറവിയുടെ കാര്യം, അതായത് ഓർമ്മ ഇതിലുള്ള പ്രശ്നങ്ങള്, എക്സാം ഫിയർ, ഈ രണ്ട് കാര്യങ്ങളാണല്ലോ ചോദിച്ചത്. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവരും തമ്മിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മെമ്മറി ആരെങ്കിലും ഉള്ളവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. നമുക്ക് എല്ലാവർക്കും പഠിക്കുന്നതൊക്കെ അതുപോലെ ഓർത്തിരിക്കുവാണെങ്കിൽ നല്ലതാന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്. മെമ്മറി എന്നുള്ള കാര്യത്തിന്, മറവിക്ക് സാധാരണ ഞാനൊരു പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊരു 5 കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മുടെ ഒരു കയ്യിൽ എത്ര വിരലുണ്ട്? 5 വിരലുണ്ട്. അപ്പൊ 5 കാര്യം ഞാൻ പറയാൻ പോവുക. നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടോ? പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 5 കാര്യങ്ങള്, പല കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് ഞാനൊരു 5 കാര്യങ്ങൾ പറയാൻ പറയും. നന്നായിട്ട് പഠിച്ച് ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പേഴ്സണലായിട്ട് പഠിക്കുന്ന സമയമാവട്ടെ, ബാക്കി ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന സമയം, ചിലപ്പോൾ സ്കൂളിലാവട്ടെ, ട്യൂഷനാവട്ടെ, ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന സമയമാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിരുന്ന് സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഫുൾ അറ്റൻഷൻ എങ്ങോട്ടായിരിക്കണം? പൂർണ്ണ ശ്രദ്ധ ആ പഠിക്കുന്ന കാര്യത്തിലേക്കായിരിക്കണം. പലപ്പോഴും നമ്മൾ മറവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇനിയിപ്പോ അടുക്കളയിൽ എന്തോ മമ്മി ഉണ്ടാക്കുന്നേ, നാളെ ക്രിക്കറ്റിന്റെ സ്കോറിന് എന്തോ ആയിരിക്കും, മറ്റന്നാള് അവിടെ ഇന്ന നാട്ടിലെ അവര് ഉത്സവത്തിന്റെ കാര്യമായിരിക്കും, അങ്ങനെ വേറെ പല പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മൾ മനുഷ്യനെ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധ പതറി പോവാം. നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്, ഇപ്പം തന്നെ എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് ശ്രദ്ധ മാറിപ്പോകും. പക്ഷെ എന്ത് ചെയ്യണം? ഫുൾ അറ്റൻഷൻ, ആ അറ്റൻഷൻ ഒന്ന് മാറി പോകുന്നു നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? റീഫോക്കസ് ചെയ്യണം, തിരിച്ചങ്ങ് വരണം. അത്രയേ ഉള്ളൂ. നമ്മളത് എനിക്ക് അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഒക്കെ പോയല്ലോ എന്ന് നമ്മൾ പിന്നെ വിഷമിച്ച് പിന്നെ ടൈം കളയേണ്ട കാര്യമില്ല. പക്ഷെ തിരിച്ചങ്ങ് റീഫോക്കസ് ചെയ്യണം. അതാ ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം കിട്ടിയല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്സ്. എന്ന് പറഞ്ഞാല് എന്തെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ കാണാപ്പാടം എന്തോ ഇത് ഈക്വൽസ് ഇന്നതെന്ന് പറഞ്ഞ് വെറുതെ കാണാപ്പാടം മാതിരി പഠിച്ച, മഗപ്പ് ചെയ്യുന്നവർക്ക് വെറുതെ ഇങ്ങനെ കാണാതെ പഠിച്ച നമ്മള് പഠിക്കുന്നതിന് മുമ്പേ അങ്ങ് മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കണം കാര്യങ്ങള്. എന്താ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നേ? അപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഫിസിക്സിൽ ഒരു കാര്യം പഠിക്കുന്നു, അല്ലെങ്കിൽ മാത്തമെറ്റിക്സിൽ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഓരോ കാര്യം എന്തുകൊണ്ടാ ഇങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ അല്ല, അതിന്റെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. അതിന്റെ കൂടെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇപ്പൊ എന്താ ഇത് നമുക്ക് ഡൗട്ട്സ് തോന്നാം, സംശയങ്ങൾ തോന്നാം. അപ്പൊ അത് എന്ത് ചെയ്യണം? ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം. അതാ രണ്ടാമത്തെ പോയിന്റ്. അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്സ് ആൻഡ് ക്ലാരിഫൈ ഡൗട്ട്സ്. അപ്പം ടീച്ചേഴ്സിനോട് ചോദിച്ച് ഡൗട്ട്സ് മനസ്സിലാക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടെയൊക്കെ അതിന്റെ പോഷൻ വായിച്ച് ചിലപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ആവും. ചിലപ്പോൾ നമ്മളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരോട്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോട് ചോദിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഡിഗ് ഡീപ്പ് ഇൻ ടു ദ സബ്ജക്ട്. എന്ന് പറഞ്ഞാല് അത് ആഴത്തിൽ അപഗ്രഥിച്ച് പഠിക്കുന്ന കാര്യം. ഡിഗിങ് ഡീപ്പ് ഇൻ ടു ദ സബ്ജക്റ്റിന് പല പോയിന്റ്സ് പറയാം. അതില് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പഠിക്കാൻ ഒരു പോർഷൻ എടുക്കുന്നു. പഠിക്കാൻ ഒരു പോർഷൻ എടുക്കുമ്പോൾ എന്തോ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഓവറോൾ ഒരു സർവേ, ഒരു പിക്ചർ. പിന്നെ ചാപ്റ്ററിൽ എത്ര ഹെഡിങ് ഉണ്ട്, എന്തൊക്കെയാ ഹെഡിങ്, എന്തിനെ കുറിച്ച് അതിനകത്ത് പറയുന്നേ, നമുക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ എനിക്ക്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് കൂടുതലായിട്ട് അറിയണം. ഈ ചാപ്റ്റർ ഞാൻ വായിക്കുമ്പോൾ ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ദീസ് പോയിന്റ്സ്. അപ്പം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാം. പിന്നെ നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. അത് പല മഷിപ്പേന വെച്ച് ചിലപ്പം ചില ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചുവപ്പ് മഷിയിൽ അണ്ടർലൈൻ ചെയ്യുന്നു. വേറെ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ പച്ച മഷിയിൽ അങ്ങനെ സ്കെച്ച് പെൻ വെച്ചാൽ അങ്ങനെയൊക്കെ അണ്ടർലൈൻ ചെയ്ത് നമ്മുടെ നോട്ട്ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ ഒക്കെ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം. ഇതിപ്പം ഞാൻ പറയുന്നത് നമ്മുടെ പാഠ്യപുസ്തകങ്ങൾ മാത്രമല്ല, ഈവൻ ബൈബിള് പോലും വായിക്കുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യുന്ന, ശ്രദ്ധിക്കുന്ന അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അണ്ടർലൈൻ ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നു. ഫുൾ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ ബൈബിൾ പഠിക്കുന്ന സമയത്തും ബൈബിൾ വായിക്കുന്ന സമയത്തും ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. പിന്നെ നമ്മുടെ പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന സമയത്ത്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ എന്താ? ഫുൾ അറ്റൻഷൻ, പൂർണ്ണ ശ്രദ്ധ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ റീഫോക്കസ് ചെയ്യണം. രണ്ടാമത് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കണം. മൂന്നാമത് ഡിഗിങ് ഡീപ്പ് ഇൻ ദ സബ്ജക്ട് എന്നുള്ളതിനകത്ത് തന്നെ
നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ഒരു ഓവറോൾ പിക്ചർ, അതിനെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഫ്രെയിം ചെയ്യുന്നു. പിന്നെ ഇത് പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ അവസാന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ പോർഷനിൽ നിന്ന് വരാവുന്നത്, എങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ വലിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇതുപോലുള്ള ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയും കൂടെ ചോദ്യങ്ങളൊക്കെ വരാം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഇതിനോട് അനുബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി, നമുക്ക് തന്നെ പഠിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ബോർ അടിക്കുന്നു. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ വലിയ പിള്ളേരുടെ കാര്യം പറഞ്ഞു, കുറച്ചുകൂടെ നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ വലിയ തലത്തിലേക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുറെ ഒത്തിരി പോർഷൻ ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് സ്റ്റഡി നിങ്ങളോടൊപ്പം അതുപോലെ നന്നായിട്ട് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് പഠിക്കുന്ന പിള്ളേരുമായിട്ട് നിങ്ങൾ ചേർന്ന് കമ്പൈൻ സ്റ്റഡി, നമ്മൾ ഒരു പോർഷൻ നമ്മൾ പഠിച്ച് മറ്റൊരാളെ പറഞ്ഞു കേൾപ്പിക്കുന്നു, മറ്റേ നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഗ്രൂപ്പ് സ്റ്റഡി, കമ്പൈൻ സ്റ്റഡി, ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചില കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ നമുക്കൊന്ന് ഗവേഷിച്ച് പഠിക്കണം. അതിന് വേണമെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ നിന്നോ ഇപ്പൊ തന്നെ ഗൂഗിളിൽ നിന്ന് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. അപ്പൊ അത് ഡിഗിങ് ഡീപ്പ് ഇൻ ദ സബ്ജക്ട്, അത് ഒരുപാട്. പിന്നെ ഇവൻ യൂസിങ് അക്രോണിംസ്. അക്രോണിംസ് എന്ന് പറഞ്ഞാല് നമ്മുടെ മഴവില്ലിന്റെ കളേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? വിബ്ജിയോർ എന്ന് പറയും. വെരി ഗുഡ്. എന്ന് പറഞ്ഞാൽ എന്താ? വിബ്ജിയോർ എന്ന് പറയുന്നത് ഒരു അക്രോണിമാ. അക്രോണിം എന്ന് പറഞ്ഞാൽ VIVGYOR എന്ന് പറഞ്ഞാൽ എന്താ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ അത് ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് വെറുതെ അല്ലാതെ കാണാതെ പഠിക്കാൻ നമ്മൾ നോക്കി കുറച്ച് പാടാ അല്ലേ? പക്ഷെ വിബ്ജിയോർ എന്ന് ഓർത്താൽ അതിന്റെ എല്ലാ ആദ്യത്തെ ലെറ്റേഴ്സ് ഓർത്താൽ പെട്ടെന്ന് നമുക്കത് മനസ്സിൽ വരും. എന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് ഭാഷ ഉണ്ടാക്കുന്ന ആക്രോണിംസ്, ന്യൂമോണിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പല ലിസ്റ്റായിട്ടൊക്കെ ചില കാര്യങ്ങൾ പഠിക്കാനൊക്കെ കാണും, കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർക്ക്. അപ്പൊ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കോഡ് മാതിരിയൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലുണ്ടാക്കി, എല്ലാം കോഡായി പോയി കഴിഞ്ഞാൽ കോഡ് തന്നെ കൺഫ്യൂഷൻ ആയി പോകരുത്. കുറച്ചൊക്കെ പറ്റുന്നവണക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഡിഗിങ് ഡീപ്പ് ഇൻ ദ സബ്ജക്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ തന്നെ ടീച്ച് അതേഴ്സ്, ടീച്ചിങ് അതേഴ്സ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് വേസ് ഓഫ് ലേണിംഗ്. ഇപ്പൊ നമുക്ക് ഒരു പോർഷൻ അങ്ങ് പെട്ടെന്ന് അങ്ങ് കാര്യം മറന്നു പോകുന്നു, നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ ആരെയും കിട്ടുന്ന വെച്ചാൽ പപ്പയോ മമ്മിയോ അപ്പൂപ്പനെയോ അമ്മൂമ്മയോ ആരെങ്കിലും വിളിച്ചിട്ട് അപ്പൂപ്പ എവിടെ ഇരിക്കെ, ഞാൻ ഇന്ന് അപ്പൂപ്പനെ ഈ കാര്യം പഠിപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞങ്ങ് പഠിപ്പിക്കണം. അവർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷെ എങ്കിലും നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരാളെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ കാര്യം നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ടീച്ചിങ് അതേഴ്സ്. അപ്പം ചില ടീച്ചേഴ്സ് തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു ഭയങ്കര ഒരു റിട്ടയർഡ് ആയിട്ടുള്ള വലിയൊരു പ്രൊഫസർ. ഇപ്പം പുള്ളിക്കാരൻ പറയുന്നത്, പുള്ളിക്കാരൻ ശരിക്കും സബ്ജക്ട് പഠിച്ചത് പുള്ളി ഒരു ടീച്ചർ ആയതിനു ശേഷം. അതിന് മുമ്പേ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു. പിന്നെ മറ്റുള്ളവരെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചപ്പോഴും ഇതാണ് സബ്ജക്ട് എന്ന് കുറച്ചുകൂടെ പുള്ളിക്ക് മനസ്സിലായത്. വലിയൊരു പ്രൊഫസറാണ്, ഒരു വലിയ കോളേജിലെ പ്രൊഫസറാണ്. പക്ഷെ അത് നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് സമയം ഉള്ളതിനനുസരിച്ച്. പിന്നെ പരീക്ഷയ്ക്ക് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തൊക്കെ ശീലിക്കാം. ചിലർക്ക് സമയം കിട്ടത്തില്ല, അപ്പൊ സമയത്തിനുള്ളിൽ ഇതെല്ലാം ഞാൻ ഡിഗിങ് ഡീപ്പ് ഇൻ സബ്ജക്ട് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. പരീക്ഷയ്ക്ക് സമയം കിട്ടാതിരിക്കുന്ന ഒത്തിരി എഴുതി പിടിപ്പിച്ച് സമയം കിട്ടാതെ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തിനുള്ളിൽ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നു. അതൊക്കെയാണ് ഡിഗിങ് ഡീപ്പ് ഇൻ സബ്ജക്ട്. അതിന് പല പല ലെയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഇനി അപ്പൊ എത്ര കാര്യങ്ങളായി? ഇപ്പൊ 3 കാര്യങ്ങളായി. ഫുൾ അറ്റൻഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്സ് ആൻഡ് ക്ലിയറിംഗ് ഡൗട്ട്സ്. ഫുൾ അറ്റൻഷൻ, റീഫോക്കസ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ കോൺസെപ്റ്റ്സ് ആൻഡ് ക്ലിയറിംഗ് ഡൗട്ട്സ്, ഡിഗിങ് ഡീപ്പ് ഇൻ ദ സബ്ജക്റ്റിലെ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അടുത്തത് പ്ലാൻ, കോർഡിനേറ്റ്. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം പ്ലാൻ ചെയ്യുക, കോർഡിനേറ്റ് ആൻഡ് കോറിലേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. പ്ലാൻ, ഓർഗനൈസ്, കോറിലേറ്റ് എന്ന് പറയാം. പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ 4ാമത്തെ പോയിന്റ് 3 വാക്കുകൾ ഞാൻ പറയാം. പ്ലാൻ, പിന്നെന്താ, കോർഡിനേറ്റ് എന്നുള്ളതിനെക്കാട്ടിലും പ്ലാനിൽ തന്നെ കോർഡിനേഷൻ വരും. കോറിലേറ്റ് ചെയ്ത് പഠിക്കുക, ഓർഗനൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പ്ലാൻ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആറ്റിൽ കളഞ്ഞാല് അളന്ന് കളയണം എന്ന് പറയും. നമുക്ക് ഒരു ടൈം ടേബിൾ വേണം. നമുക്ക് ഇപ്പൊ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചു, തിരിച്ചു വന്ന് നമുക്ക് എത്ര സമയം പഠിക്കാനുണ്ട്, എത്ര സമയം ട്യൂഷന് പോകുന്നവർ കാണും, ഇത്ര മണിക്ക് കിടന്നുറങ്ങേണ്ടവർ കാണും, ചിലപ്പോൾ നമ്മുടെ ചർച്ചിന് എന്തെങ്കിലും മീറ്റിംഗ്സ് ഒക്കെ കാണും. അപ്പൊ നമ്മൾ ടൈം പ്ലാൻ ചെയ്യണം. ഇത്ര സമയം എനിക്ക് പഠിക്കാൻ കിട്ടും, അപ്പൊ ആ സമയത്തിനുള്ളിൽ എനിക്ക് എത്ര സ്പീഡില് കാര്യങ്ങൾ, എത്ര സമയം, ഇപ്പൊ അരമണിക്കൂർ ബയോളജിക്ക് കൊടുക്കുന്നു,
ചിലപ്പോൾ ഫിസിക്സ് കുറച്ചുകൂടി ടഫ്, അപ്പൊ അത് 3/4 മണിക്കൂർ ഇരുന്ന് പഠിച്ചാലേ പറ്റത്തുള്ളൂ. മാത്സ് കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ, അത് ശരിക്കും തറവാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ മാത്സിന് 3/4 മണിക്കൂർ കൊടുക്കുന്നു. ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മലയാളം ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ്, അപ്പൊ അത് 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അങ്ങ് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ സമയം പ്ലാൻ ചെയ്ത് ഓരോ ദിവസം അന്നു തന്നെ പഠിക്കുമ്പോൾ പ്ലാൻ ചെയ്ത് പഠിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വെക്കേഷനാണ്, നിങ്ങളുടെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത ക്ലാസ് ഒക്കെ തുടങ്ങും. അപ്പൊ ഇതുപോലെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര നിങ്ങൾ ടോപ്പ് മാർക്കറ്റ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ ഇതുവരെ ആവറേജ് മാർക്കിരുന്ന ഈ പയ്യനെ, ഈ പെൺകൊച്ചത് ഇപ്പത് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നു, എന്താ പറ്റി? അപ്പൊ ഞങ്ങൾ ഇവിടെ യൂത്ത് ക്യാമ്പിന് അറ്റൻഡ് ചെയ്തിരുന്ന എന്റെ കാരണം എന്ന് പറയുന്നത് കർത്താവ് വേണം ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ അങ്കിൾമാരും ആന്റിമാരും ഒക്കെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ കാര്യങ്ങൾ ഗുട്ടൻസ് പിടികിട്ടി, പഠിക്കുന്നതിന്റെ ഗുട്ടൻസ് പിടികിട്ടി എന്ന് പറയണം. അപ്പൊ അത് പ്ലാൻ ചെയ്ത് പഠിക്കുന്നു, പിന്നെ കോറിലേറ്റ് ചെയ്ത് പഠിക്കുന്നു. കോറിലേറ്റ് ചെയ്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലുള്ളത്. ദീർഘകാല ഓർമ്മ, ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അറിയാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മലയാളത്തിലെ പല പദാവലികള്, അതിന്റെ അർത്ഥങ്ങള്, പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ ബയോളജിയിൽ ചിലപ്പോൾ നമുക്ക് ജ്യോതിഷ ഭൂമിയെ കുറിച്ച് കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ബൈബിളിൽ തന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലുണ്ട്. നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലോട്ടാണ് വരുന്നത്. പറഞ്ഞാല് ഹ്രസ്വകാല മെമ്മറിയിലോട്ട്, ഹ്രസ്വകാല ഓർമ്മയിലോട്ടാണ് വരുന്നത്. ഇപ്പൊ പുതുതായിട്ട് നമ്മൾ ഒരു കാര്യം, നമ്മളിപ്പം ബൈബിളിൽ തന്നെ പുതിയൊരു വാക്യം, നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു വാക്യം, ഒരു പാസ്റ്റർ, ഒരു എൽഡർ, അത് പറയുന്നു. അപ്പൊ നമ്മളത് നോട്ട് ചെയ്ത്, അപ്പം പുതുതായിട്ട് പഠിക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി അറിയാവുന്ന വാക്യമായിട്ട് കോറിലേറ്റ് ചെയ്ത് ചിന്തിക്കുക. ഇപ്പൊ തന്നെ നമ്മൾ 139 സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിച്ചു. ഇപ്പൊ 139 സങ്കീർത്തനം അത് നമുക്ക് സങ്കീർത്തന പുസ്തകം. അപ്പൊ ആ സങ്കീർത്തന പുസ്തകം എത്ര സങ്കീർത്തനങ്ങളുണ്ട്? 150 സങ്കീർത്തനങ്ങളുണ്ട്. അപ്പൊ അതിന് അവസാനത്തോളം വരുന്നത് 139 സങ്കീർത്തനമാണ്, ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിട്ട് കുറച്ച് കോറിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോ നമ്മള് മേ ബി ആ സങ്കീർത്തനത്തിന്റെ 23-24 വാക്യങ്ങളിൽ എന്നെ ശോധന ചെയ്യണമേ എന്നൊക്കെ ദാവീദ് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ അന്ന് യൂത്ത് ക്യാമ്പിൽ ഞാൻ 14-15 വാക്യങ്ങൾ ഓൾറെഡി അന്ന് അറിയാം, അന്ന് ഓൾറെഡി അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനോട് ആ സങ്കീർത്തനത്തിൽ തന്നെയാണ് ഈ അവസാനം ശാശ്വത മാർഗത്തിലേക്ക് നടത്തണേ, അവിടുത്തെ വേദനിപ്പിക്കുന്ന വ്യസനമാർഗം ഉണ്ടെങ്കിൽ കാണിച്ചു തരണേ എന്നുള്ള വാക്യം പറയുന്നു. അത് കോറിലേറ്റ് ചെയ്യുന്നു. ഞാൻ വചനം ഓർത്തിരിക്കുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന, ഇപ്പൊ ബയോളജി, ഞാൻ സാധാരണ പറഞ്ഞ എക്സാമ്പിൾ, ബയോളജിയിൽ നമ്മളിപ്പം DNA, സെല്ലിനെ കുറിച്ചും DNA കുറിച്ചും ഒക്കെ പഠിക്കുന്നു. അപ്പൊ നമ്മൾ ചിലപ്പം 9ാം ക്ലാസ്സിൽ അത് പഠിക്കുവാന്നിരിക്കട്ടെ, 6ാം ക്ലാസ്സിലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കാണും. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമായിട്ട് പുതിയതായിട്ട് പഠിക്കുന്ന കാര്യം കോറിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്താ, നമുക്ക് കുറച്ചുകൂടെ അത് കോർത്തിണക്കി പഠിക്കുമ്പോൾ, കോറിലേറ്റ് ചെയ്ത് കോർത്തിണക്കി പഠിക്കുമ്പോൾ ഓൾറെഡി അറിയാവുന്ന കാര്യമായിട്ട്, ഓൾറെഡി അറിയാവുന്ന ലോങ് ടേം മെമ്മറിയിലുള്ള ചില കാര്യങ്ങളുമായിട്ട് പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കോർത്തിണക്കുമ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറി എന്നുള്ള കാര്യം കൊണ്ട് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതാ പ്ലാൻ, കോറിലേറ്റ് ആൻഡ് ഓർഗനൈസ്. ഓർഗനൈസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം 5 സബ്ജക്ട് പഠിക്കാനുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ 5 ഫോൾഡർ മാതിരി ചിന്തിക്കണം. എല്ലാവരും അവിയിലെ പരുവത്തിൽ ഏതോ ഇവിടുന്ന് പഠിച്ച് അവിടുന്ന് പഠിച്ച് എല്ലാം കൂടെ അവിയിലെ പരുവം എല്ലാം കൂടെ മറന്നുപോകും. പക്ഷെ ഒരു ഓർഗനൈസ്ഡ് പഠിക്കാന്ന് പറഞ്ഞാൽ 5 കമ്പ്യൂട്ടർ ഫോൾഡർ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ ഒരു സബ്ജക്റ്റിനകത്ത് നമുക്ക് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിന്റെ 10 സബ് ഫോൾഡർ, അതിനകത്ത് ഇത്ര ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഇത്ര കാര്യങ്ങളുണ്ട്, അതിന്റെ ഒരു സബ് ഫോൾഡർ മാതിരി അങ്ങനെ ഒരു റഫ് സ്കെലിറ്റ് നമ്മുടെ മനസ്സിലൊരു ഓർഗനൈസ് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ അത് സഹായിക്കാം. 4ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞേ. അപ്പൊ എന്തൊക്കെയാ ഇതുവരെ 5ാമത്തെ പോയിന്റ് കൂടെ പറയാൻ തരുക, എന്തൊക്കെ 4 പോയിന്റ്സ് പറഞ്ഞേ? ഫുൾ അറ്റൻഷൻ, റീഫോക്കസ്, അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്സ്, ക്ലാരിഫൈ ഡൗട്ട്സ്, ഡിഗിങ് ഡീപ് ഇൻ ദ സബ്ജക്ട്സിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്ലാൻ, കോറിലേറ്റ് ആൻഡ് ഓർഗനൈസ്. ഇനി 5ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ്, റിവൈസ്. എന്തുവാ റിവൈസ്? റിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും നോക്കുക. എപ്പോഴൊക്കെ റിവൈസ് ചെയ്യണം? ടീച്ചർ ഒന്ന് പഠിപ്പിച്ച് കഴിയുമ്പം ഒരു മണിക്കൂർ ടീച്ചർ പഠിപ്പിച്ച് കഴിയുന്നു, നമ്മൾ അതുവരെ ശ്രദ്ധിച്ചിരുന്ന കാര്യം പെട്ടെന്നൊന്ന് അടുത്ത ടീച്ചർ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് പേജ് ഒന്ന് മറിച്ച് നോക്കണം. പെട്ടെന്ന് എന്താ ഇതുവരെ പഠിച്ച് റിവൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ഓഫ് ദ അവർ, ആ ഒരു ക്ലാസ്സിൽ. ശരി, ഞാൻ കുറച്ച് സമയത്തേക്ക് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കണം അടുത്ത ടീച്ചർ വരുന്നതിന് മുമ്പേ. പക്ഷെ അതുവരെയുള്ള കാര്യം നമ്മളൊന്ന് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കി അങ്ങ് വേണം. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അറ്റ് ദ എൻഡ് ഓഫ് ദ അവർ, ആ പീരീഡ് കഴിയുമ്പോൾ ഒന്ന് ടീച്ചർ പഠിപ്പിച്ച് എല്ലാം പെട്ടെന്ന് നോക്കുന്നു. പിന്നെ റിവൈസ് ചെയ്യേണ്ട എപ്പോഴാണ്? വീട്ടിൽ വന്ന് കുറച്ചുകൂടെ നമുക്ക് സമയം കിട്ടും. അപ്പം അതെല്ലാം കൂടെ ഒന്നുകൂടെ അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കുവാണെങ്കിൽ ഏറ്റവും എളുപ്പം. നമ്മൾ അന്ന് പഠിക്കുന്നത് പരീക്ഷയുടെ തലേദിവസം പഠിക്കുമ്പോൾ അതിന് ഭയങ്കര പാടായിരിക്കും, നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് തോന്നും.
പക്ഷെ അന്നൊന്ന് തന്നെ വന്ന് പഠിക്കുമ്പോൾ ആ ടീച്ചർ പഠിപ്പിച്ചത് കാര്യങ്ങളൊക്കെ അവര് കഷ്ടപ്പെട്ട ആ ഓരോ ടീച്ചർമാരും വന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അന്നൊന്ന് തന്നെ വന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പഠിക്കാൻ. അപ്പൊ അത് തന്നെ പഠിച്ചു, വരയ്ക്കുന്നു, എഴുതുന്നു കാര്യങ്ങള്. അപ്പൊ അന്നൊന്ന് പഠിപ്പിക്കും, അന്ന് തന്നെ വന്ന് അതിനെ റിവൈസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് വീക്കെൻഡില് ശനി ഞായറും ഒക്കെ ഉണ്ട്, അപ്പൊ കുറച്ചുകൂടെ അവധി ദിവസം, അപ്പൊ ആ ആഴ്ച പഠിച്ചതെല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നു ക്വിക്കായിട്ട്, പറ്റുന്നതാണ് ക്വിക്കായിട്ട്. പിന്നെ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ അവധി കിട്ടുമ്പോൾ ആ മാസത്തിന് ഒരു അവധി കിട്ടുന്നു. അപ്പൊ മെയ് 1 ഒരു അവധി ദിവസം, അല്ലെങ്കിൽ വേറൊരു ദിവസം ഒരു അവധി ദിവസം, വിഷുവിന്റെ ഒരു അവധി വന്നു, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു അവധി ദിവസം കിട്ടുമ്പോൾ ആ മാസം പഠിപ്പിച്ച എല്ലാം കൂടെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. പിന്നെ എക്സാമിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ പിന്നെ നമ്മുടെ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം എഴുതാൻ ആക്രാന്തമായിരിക്കും. എക്സാം എഴുതി എനിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ത്വരയായിരിക്കും ഇതുപോലെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ട് വന്നാല്. അതാ revise at the end of the period, revise at the end of the day, revise at the end of the week, revise once a month as possible, and revise before exams as much as possible. എക്സാം നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ എഴുതാനൊക്കെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇതുപോലെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ മെമ്മറി നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ്സ് കാര്യങ്ങളൊക്കെ, ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ, ജങ്ക് ഫുഡും അതുപോലെയൊക്കെ ഉള്ള ഒത്തിരി കാലറി ഉള്ള ഫുഡൊക്കെ കഴിച്ച് മയങ്ങിയിരിക്കാതെ കുറച്ചുകൂടെ ആരോഗ്യകരമായ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുകയും അതുപോലെ നട്ട്സ്, ബെറീസ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ചില മൾട്ടിവൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ എക്സാം ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ നല്ല മൾട്ടിവൈറ്റമിൻ സപ്ലിമെന്റ്സോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് അവരുടെ ആരോഗ്യത്തിനും ബുദ്ധിക്കും ഒക്കെ ഉള്ള ഇതായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം, പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കണം, അതായത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇറച്ചിയും പാലും മീനും മുട്ടയും അങ്ങനെയൊക്കെയുള്ള പ്രോട്ടീൻസ് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നന്നായിട്ട് കഴിയുന്ന ആരോഗ്യകരമായുള്ള ശൈലിയും നല്ല ഉറക്കം ഇല്ലെങ്കിൽ ഓർമ്മയത് അഫക്ട് ചെയ്യും. എത്ര മണിക്കൂർ ഉറങ്ങണം ഒരു ദിവസം? നമ്മള് 7 മുതൽ 8 വരെയെങ്കിലും ഒക്കെ ഉറങ്ങണമെന്നാണ് നമ്മളുടെ ഒരു യങ് അഡൽട്സ് മുതൽ കൊച്ചു പിള്ളേർക്ക് കുറച്ചുകൂടെ ഉറക്കം വേണ്ടി വരും. എന്നാൽ കുറച്ചുകൂടെ ഒക്കെ ഒരു ആ ഒരു ആവറേജ് അഡൽട്ടിനൊക്കെ ഒരു 7 കുറയാതെ 8 മണിക്കൂറൊക്കെ ഉറങ്ങുവാണെങ്കിൽ അത്രയും നല്ലത്. പലപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു മോള് +2 പരീക്ഷ കഴിഞ്ഞ്, +2ന്റെ അല്ലേ ഇപ്പൊ റിസൾട്ട് വന്നേ അല്ലേ? അത് 10th ആണോ? ഏതിന്റെ ആയാലും റിസൾട്ട് 10th. അപ്പൊ ആ മോളെ കൊണ്ട് എന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണോ കഴിഞ്ഞ ദിവസം വന്നതാ. അപ്പൊ ആ കുട്ടിക്ക് ട്യൂഷൻ സാറ് തന്നെ എന്റെ അടുത്ത് എന്റെ പേര് റെഫർ ചെയ്ത് കൗൺസിലിംഗ് ആയിട്ട് പറഞ്ഞു അയച്ചത്. കുഞ്ഞിനാണെങ്കിൽ അതുപോലെ നന്നായിട്ട് പഠിച്ചതൊക്കെയാ, പക്ഷേ എന്തോ 72% കണ്ട് കിട്ടിയുള്ളൂ. +1 10th ആണോ +2 ആണോ എനിക്ക് ഓർക്കുന്നില്ല. എന്തായാലും ഒരു പെൺകൊച്ചിനെ കൊണ്ട് വന്നതാ. അപ്പോ അത് നന്നായിട്ടൊക്കെ പഠിച്ചതാ. അപ്പം പറഞ്ഞ കാര്യങ്ങൾ വന്നപ്പോ അതിനെക്കാട്ടി മോശമായിട്ടൊക്കെ മാർക്ക് വാങ്ങിച്ചവരൊക്കെ കൂടുതൽ മാർക്ക് വാങ്ങിച്ചു. ഈ കുഞ്ഞിനങ്ങ് അവിടെ അങ്ങ് 75% കൂടുതലുള്ളവരുടെയൊക്കെ എന്തോ ഫ്ലെക്സിലെ പേര് വന്നു. ഇദ്ദേഹത്തിന്റെ കുറച്ച് മാർക്ക് കുറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൗൺസിലിംഗ് ആയിട്ട് വന്നതാ മോളെ കൊണ്ടേ. അപ്പൊ ആ മോളുടെ കാര്യം പറഞ്ഞപ്പോ ഇതുപോലെ പരീക്ഷയുടെ തലേദിവസം ഇരുന്നങ്ങ് പഠിക്കുമോ ഡോക്ടറെ? പിന്നെ അപ്പം ഇത് പരീക്ഷയുടെ തലേദിവസം കണ്ട് 2-3 മണിക്കൂർ കണ്ട് ഉറങ്ങിയുള്ളൂ. അപ്പം പിറ്റേ ദിവസം വന്ന് എഴുതി. പക്ഷെ അത്ര പഠിച്ചതിന് അത്രയൊന്നും എഴുതാൻ പറ്റിയില്ല. അപ്പം ഞാനത് ഈ ഉറക്കത്തിന് ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ മോളുടെ കാര്യം ഓർത്തെ. ഇവൻ ചില കേസസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് പരീക്ഷയുടെ തലേദിവസം മൊത്തം ഇരുന്നങ്ങ് പഠിക്കും, എന്നിട്ട് പിറ്റേ ദിവസം പരീക്ഷ ആകുമ്പോൾ പിന്നെ പരീക്ഷാ ഹോളിൽ ഇരുന്നങ്ങ് ഉറക്കം കൺട്രോൾ ചെയ്യാതെ പരീക്ഷാ ഹോളിൽ ഇരുന്ന് ഉറങ്ങിപ്പോയ പിള്ളേരുടെ കഥ കേട്ടിട്ടുണ്ട്. അപ്പം പരീക്ഷയുടെ തലേദിവസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളും രാത്രിയിൽ നിങ്ങൾ ഇന്ന് പിള്ളേരെങ്ങാണെങ്കിൽ മൊബൈൽ ഫോൺ ഇട്ടുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്നത് എത്ര മണിക്കാണ്? 3 മണിക്ക് 2 മണിക്കൊക്കെ ഇന്നത്തെ ന്യൂസിൻ പിള്ളേരൊക്കെ ഉറങ്ങുന്നത്. അപ്പൊ മൊബൈലൊക്കെ നേരത്തെ അതിനെ അൾത്താരയിൽ വെച്ച് ചില പപ്പയുടെ മമ്മയുടെയൊക്കെ കൊടുത്ത് അത് അവര് നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള സ്ലീപ്പിംഗ് ടൈം, ഒപ്റ്റിമം സ്ലീപ്പിംഗ് ടൈം നമ്മൾ 10 മുതൽ 6 വരെ എന്നൊക്കെ പറയുന്നത്. കുറച്ച് അങ്ങോട്ട് 11 മുതലായാലും 11 മുതൽ 7 വരെ ആയാലും അധികം ഒത്തിരി അങ്ങ് രാത്രിയിലേക്ക് പോകാതെ നമ്മൾ നേരത്തെ അങ്ങ് ഉറങ്ങുവാണെങ്കിൽ നമ്മുടെ സർക്കേഡിയൻ ഋതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഋതമൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഇത് ചെയ്യാനും അതൊന്ന് സെറ്റ് ആകാനും നമ്മുടെ ഓർമ്മയൊക്കെ കുറച്ചുകൂടെ ഒന്ന് സജീവമാകാനും ഒക്കെ അതൊക്കെ തന്നെ സഹായിക്കും. അപ്പൊ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം 7 to 8 hours ഉറക്കം, 7-8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുന്നു, നന്നായിട്ട് വെള്ളം കുടിക്കുന്നു, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, പോഷക മൂല്യമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു, നല്ല റെസ്റ്റ് എടുക്കുന്നു, ഇതുപോലെ ചിട്ടയായിട്ട് പഠിച്ചുകൊണ്ടേ പോകുന്നുണ്ടെങ്കിൽ പിന്നെ എക്സാം വരുമ്പോൾ ക്ലിയർ ആയിരിക്കുമോ ഉണ്ടായിരിക്കുന്നത്? അല്ല, എക്സാം എങ്ങനെയും ഈ പഠിക്കുന്ന പിള്ളേർക്ക് എക്സാം വരണമെന്ന് താല്പര്യം. അവരിടയ്ക്ക് ചില സ്റ്റുഡൻസിനെ കുറിച്ച് അവരുടെ ടീച്ചർ പറയും, ഈ പിള്ളേര് ടെസ്റ്റ് പേപ്പർ ടീച്ചർമാര് മറന്നുപോയാലും
ചില ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഓർപ്പിക്കും, ടീച്ചർ ഇത് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്, അവർക്ക് എഴുതി അങ്ങ് എഴുതാൻ മുട്ടിയിരിക്കുക എന്ന് പറയുന്ന പോലെ ആവട്ടെ. എന്ന് വെച്ചാൽ അവർക്ക് എക്സാം ഫിയർ ഇല്ല. എന്ന് വെച്ചാൽ എന്താ, കഴിഞ്ഞതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നപ്പോ അതുപോലെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അതുപോലെ പഠിച്ചു വരികയാണെങ്കിൽ എക്സാം ഫിയർ ഇല്ല. പക്ഷെ നമ്മളിപ്പം യുനോ അതുപോലെ ഒന്ന് പഠിക്കാതെ ഉഴപ്പി കളിച്ച് നടന്ന് സമയമൊക്കെ വേസ്റ്റ് ചെയ്തിട്ട് അവസാനം പിന്നെ നമുക്ക് എക്സാം ഫിയർ ആയില്ലെങ്കിലേ ഇതുള്ളൂ. പിന്നെ ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചതിന് ശേഷവും എക്സാം ഫിയർ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ, പരീക്ഷ എന്ന് പറയുന്നത് ജീവൻ മരണ പ്രശ്നമൊന്നുമല്ല. അയ്യോ പരീക്ഷയ്ക്ക് കുറച്ചൊന്ന് മാർക്ക് കുറഞ്ഞു കൂടി എന്ന് പറഞ്ഞാൽ അതൊരു ജീവൻ മരണ പ്രശ്നമായിട്ട് കരുതേണ്ട കാര്യമില്ല. ശരിയാണ്, നമുക്ക് ദൈവം തന്നിട്ടുള്ള ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നു. പരീക്ഷയ്ക്ക് കുറച്ചൊരു മാർക്ക് കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അതൊക്കെ കർത്താവ് അനുവദിക്കുന്നതുകൊണ്ടൊക്കെയുള്ള ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ അത്രയ്ക്ക് പഠിക്കാത്ത ഒരു പോർഷനിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നു, നമുക്ക് അത്ര മാർക്ക് കിട്ടാതെ പോകുന്നു, സാരമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. നമ്മൾ കഠിനാധ്വാനം വേണം, ഹാർഡ് വർക്ക് വേണം. ഞാനങ്ങ് പ്രാർത്ഥിച്ച മക്കളെ എന്താ ഞാനങ്ങ് പരീക്ഷ എഴുതാൻ പോവാന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാതിരുന്നിട്ട് ആര് പ്രാർത്ഥിച്ചാലും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്കിംഗ് ഫാമർ റിസീവ്സ് ദ ഫസ്റ്റ് ക്രോപ്പ് എന്നാണ് നമ്മൾ അവിടെ 2 തിമോത്തിയോസിൽ ഒരു വാക്യമുണ്ട്. കഠിനാധ്വാനിയായ ആ വാക്യം ഞാൻ എടുക്കട്ടെ. 1 തിമോത്തിയോസാണ് 2 തിമോത്തിയോസാണ്, ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. 2 തിമോത്തിയോസ് അത് അതെ 2 തിമോത്തിയോസില് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? 2 തിമോത്തിയോസ് 2:6 അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. അത് ദൈവവചനത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. അത് നമ്മള് മടിയന്മാരായിട്ടിരുന്ന് ഏതെങ്കിലുമൊക്കെ സമയമൊക്കെ വേസ്റ്റ് ചെയ്ത് മൊബൈല്, സോഷ്യൽ മീഡിയ, റിലേഷൻഷിപ്പ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ സമയമൊക്കെ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അങ്ങ് കേട്ടോളും എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. സദൃശ്യവാക്യം 14 ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. സദൃശ്യവാക്യം നമ്മളിപ്പോ 2 തിമോത്തിയോസ് 2:6 കണ്ടില്ലേ? സദൃശ്യവാക്യം 14:23. സദൃശ്യവാക്യം 14:23 എങ്ങനെ ഓർക്കുന്നത്? 23-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സങ്കീർത്തനം, ദാവീദ് സങ്കീർത്തനം. 23-ാമത്തെ വാക്യം ഓർത്താൽ മതി. സദൃശ്യവാക്യം 14:23 എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അധരചർവണം കൊണ്ടോ ഞെരുക്കമേ വരും. ശരിക്കും പറഞ്ഞാൽ എല്ലാ തൊഴിലും കൊണ്ടെന്നുള്ളത് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇൻ ഓൾ ലേബർ ദർ ഇസ് പ്രോഫിറ്റ്. അപ്പം ആ ലേബർ എന്നുള്ളതിന്റെ എബ്രായ പദം ഈ മലയാളത്തിൽ തൊഴിൽ കൊണ്ടെന്ന ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന സത്യവേദ പുസ്തകത്തില്. ഇംഗ്ലീഷിൽ ലേബർ എന്നുള്ളത് NASB ട്രാൻസ്ലേഷൻ. അപ്പൊ ഞാൻ പിന്നെ എബ്രായ ഭാഷയിലാണെങ്കിലും പഴയ നിയമം എഴുതപ്പെട്ടത് ആദ്യം. അപ്പം എസേബ് എന്ന് പറഞ്ഞൊരു പദം, അതിനകത്ത് പെയിൻ, ഹർട്ട്, ടോയിൽ, സോറോ, ലേബർ, ഹാർഡ്ഷിപ്പ് എന്നൊക്കെ അർത്ഥമുള്ള ഒരു പദമാണ്. എന്നുവെച്ചാൽ തൊഴിലുകൊണ്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തെറ്റുന്നില്ല, പക്ഷെ എങ്കിലും കഠിനാധ്വാനം കൊണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ ഉള്ളത്. എല്ലാ തൊഴിലുകൊണ്ടെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റ് ട്രാൻസ്ലേഷൻ എല്ലാ കഠിനാധ്വാനവും കൊണ്ട് ലാഭം വരും. ഇൻ ഓൾ ലേബർ ദർ ഇസ് പ്രോഫിറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യുവാക്കളൊക്കെ കുഴപ്പന്മാരായിട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യണം. പഠിക്കുന്ന കാര്യത്തിലാവട്ടെ, നിങ്ങൾ വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങൾ, ചർച്ചിലെ ചില ആക്ടിവിറ്റീസ്, എല്ലാ കാര്യത്തിലും ഒരു ഹോൾ ഹാർട്ടഡ് ആയിട്ട് നല്ല ചുറുചുറുക്കുള്ള നല്ല യുവകേസരികളായിട്ട് വേണം ആയിരിക്കാൻ. ഇൻ ഓൾ ലേബർ, ഇൻ ഓൾ ഹാർഡ് വർക്ക് ദർ ഇസ് പ്രോഫിറ്റ്. എല്ലാത്തിലും ഒരു കഠിനാധ്വാനിയായ കർഷകന്റെ കാര്യം വായിച്ചതുപോലെ നമ്മൾ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. ഓഫ്കോഴ്സ് ബാക്കിയുള്ള സമയത്ത് നമ്മൾ റിലാക്സ് ചെയ്യണം, നമ്മൾ ഹോബീസോ വിനോദങ്ങളോ അങ്ങനെയൊക്കെ വേണം. അപ്പൊ അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ആരോഗ്യപരമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ എക്സാം ഫിയർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ വല്ലാതെ ഓവർവെൽമിങ്, ഞാനിപ്പോ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതുപോലെ ഓവർവെൽമിങ് ആയിട്ടുള്ള എക്സാം ഫിയറോ ആൻസൈറ്റി അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ പേഴ്സണൽ കൗൺസിലിംഗ്, ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ പരീക്ഷ ടെൻഷൻ കാരണം ഉറക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർവെൽമിങ് അതിരികവിഞ്ഞ ഒരു തരത്തിലുള്ള ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് തക്കമുള്ള ചെറിയ മെഡിസിൻസോ അതുപോലുള്ള ചെറിയ കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ പ്രത്യേകമായിട്ട് എടുക്കുന്നതിനും തെറ്റില്ല. പക്ഷെ എങ്കിലും ജനറൽ ആയിട്ടുള്ള പല ഗൈഡ് ലൈൻസ് ഇതിൽ അങ്ങ് പോവുകയാണെങ്കിൽ മിക്കവർക്കും അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള പ്രൊഫഷണൽ കൗൺസിലിംഗിന് ആവശ്യം വരത്തില്ല. നമുക്കൊരു വാക്ക്, നമ്മളിപ്പോ ഇന്ന് നമ്മളെ കൂടെ 2 ടോപ്പിക്കാ, നിങ്ങൾ ചോദ്യം ചോദിച്ചതിനനുസരിച്ച് 2 ടോപ്പിക്കാ നമ്മള് ബോഡി ഷേമിങ്ങിനെ കുറിച്ച് കണ്ടു. പിന്നെ ഈ ഒരു ഓർമ്മ, എക്സാം ഫിയർ, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മൊബൈൽ ഫോണിന്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പം മൊബൈൽ ഫോണിന്റെ കാര്യമാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾക്കുള്ള വലിയൊരു സ്ട്രഗിൾ. അപ്പം അത് ഞാൻ എപ്പോഴും യുവാക്കളോട് ആരോടായാലും പറയും, മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ നമുക്ക് മാറ്റാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സെൻസ് ഓഫ് പേർപ്പസോട് കൂടിയോ നമ്മുടെ മൊബൈലിൽ ഉണ്ടാവുള്ളൂ. വെറുതെ സമയം കൊല്ലാൻ വേണ്ടി മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന സമയം പോയി നമ്മളുടെ ജീവിതത്തിൽ തന്നെ അത് കാരണത് തന്നെ. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം നോക്കണം, അതിനായിട്ട് മാത്രം നോക്കി ഒരു സെൻസ് ഓഫ് പേർപ്പസോടുകൂടി
അത് നമ്മൾ തന്നെ അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്ത് വേണം നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗം. അതിലൊത്തിരി ചതിക്കുഴികളുണ്ട്. അതിൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മളെ പേരൻസ് അറിയരുതെന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിർത്തി ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അത് പേഴ്സണലായിട്ട് ഇനിയിപ്പോൾ ഉള്ള ഈ ടെസ്റ്റ് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ലഞ്ച് ബ്രേക്കിന്റെ സമയത്തും പിന്നീടുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് വന്ന് ചോദിക്കാനുണ്ടെങ്കിലും ഒക്കെ ചോദിക്കാം. എന്റെ കോൺടാക്ട് നമ്പർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഗോപാലകൃഷ്ണ സാറിന്റെയിലും മനുവിന്റെ കയ്യിലും ഒക്കെ ഉണ്ട്. ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്റെ നമ്പറൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിലോ ഇതുപോലുള്ള സന്ദേശങ്ങളൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ആത്മീയമായിട്ടുള്ള സന്ദേശങ്ങളും അതുപോലെയൊക്കെയുള്ള കൗൺസിലിംഗ് ക്ലാസ്സസിനെ കുറിച്ചൊക്കെയുള്ള പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഇപ്പൊ നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുന്നതിന് മുമ്പായിട്ട് അതിനിടയിൽ ചിലപ്പോൾ നമ്മളൊരു പാട്ടും കൂടെ പാടുമായിരിക്കും. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് നമ്മളിപ്പം കേട്ട കാര്യങ്ങള്, വചനങ്ങള്, അതിന്റെ പ്രമാണങ്ങൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ എഴുതാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച ഒരു വാക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങളോട് സംസാരിച്ച കാര്യങ്ങള്, ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാകേണ്ട ആ ശരീരം കർത്താവെ അത് കാത്തു സൂക്ഷിക്കുവാനും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന കർത്താവെ ശരീരത്തെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുവാനും ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെ എല്ലാം അംഗീകരിക്കുവാനും അതൊക്കെ കർത്താവെ അതിനായിട്ട് നന്ദി പറയാനും ഒക്കെ ഞങ്ങളെ ശീലിപ്പിക്കണം. കർത്താവെ അതിനെതിരായിട്ടുള്ള ബോഡി ഷേമിങ്ങോ കളിയാക്കുന്ന അവരുടെ പേര് വിളിക്കുന്നവരെയൊക്കെ കർത്താവെ അവരോടൊക്കെ ക്ഷമിക്കാനും കൂളായിട്ട് അവരോട് ഇടപെടാനും അതിനെക്കുറിച്ചൊന്ന് വിഷമിക്കാനോ ദേഷ്യപ്പെടാനൊന്നും പോവാതെ കാര്യങ്ങളെ അത് കർത്താവെ ഒരു പക്വതയോടെ കൈകാര്യം ചെയ്യാനും ഒക്കെ അവരുടെ പ്രാപ്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ കഠിനാധ്വാനികളായിട്ട് ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻസ് ആയിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും യൗവനക്കാരും മാറിയിട്ട് നന്നായിട്ട് പഠിക്കുവാനും കർത്താവെ അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാനും റിലാക്സ് ചെയ്യാനും പഠിക്കുവാനും ഒക്കെ അതിന്റെ ആ ഒരു ബാലൻസ് എല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ ശീലിപ്പിക്കണം. ഇത് പഠിച്ച് കർത്താവെ അവിടുന്ന് അവരുടെ ജീവിതത്തെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള കരിയറിലേക്കും ഭാവിയിലേക്കും ഒക്കെ അവർ എത്തിച്ചേരുന്നപ്പോൾ ഏറ്റവും നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ അവരെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. സമയം വേസ്റ്റ് ചെയ്യാതെ സമയം തക്കത്തിൽ ഉപയോഗിക്കാനൊക്കെ അവരെ കുഞ്ഞുങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ കുഞ്ഞുങ്ങളെയും ഇരുവരുമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, ആവശ്യങ്ങളോട് കൂടെ ഇരുന്നാട്ടെ. തുടർന്നുള്ള സമയത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ ആമേൻ ആമേൻ.